ഹലോ ഫ്രണ്ട്സ്, ദ ചൂസ് ഫ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലെ 7 മാസം വളർച്ചയെത്തിയ വരാലിൻ്റെ വീഡിയോസാണ് കാണിക്കുന്നത്. അതിൻ്റെ വാട്ടർ ചേഞ്ചിങ്ങും കൂടിയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു മാസമായിട്ട് വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ വെള്ളം മാറ്റുന്നതാണ് കാണിക്കുന്നത്. ഇത് വെള്ളമൊക്കെ കലങ്ങി, അപ്പോൾ മാറ്റാണ്ട് ഇനി മാറ്റില്ലെങ്കിൽ ഇതൊരു തീറ്റൊന്നും എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇന്ന് ഒരു മാസമായി, അപ്പോൾ ഇന്ന് വെള്ളം മാറ്റുന്നതാണ്. ഇതിപ്പോൾ ഒരു 3 അടിയോളം വെള്ളമുള്ളതാണ്. അപ്പോൾ ഇതേ പിള്ളേരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് വെള്ളം മാറ്റാനായിട്ട്. ഇപ്പോൾ എല്ലാവരും കൂടി മാറ്റാമെന്ന് വിചാരിച്ചെന്ന്. ഇപ്പോൾ ചിലതൊക്കെ നല്ല വലുപ്പം അതിൻ്റെ ഫിഷ്, ചിലതൊക്കെ ഒരു 600-700 ഗ്രാമൊക്കെ വലുപ്പം അതിൻ്റെ, ചിലത് ഒരു 200 ഗ്രാം 300 ഗ്രാമൊക്കെ ഉള്ളൂ. ഇതൊരു നമ്മൾ 150 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ ഒരു 120 കുഞ്ഞുങ്ങൾ എന്തായാലും ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചത്തുപോയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. ഈ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന ടൈമിലൊക്കെ ഒരെണ്ണം 2 ചാവാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. നമ്മ 2 ഇഞ്ച് വലുപ്പമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചിലതൊക്കെ ഒരു 10 ഇഞ്ചിന് മേലെ വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പല്ലറ്റ് ഫീഡ് കൊടുത്തിരുന്നത്. അതിൻ്റെ ഒപ്പം ഈ ബ്ലാക്ക് സോർജ് ലാർവ പുഴുക്കൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കും. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്തിരുന്നത്. അത് ഷീറ്റിട്ട് മൂടി വെച്ചിരുന്നു. എന്താ വെച്ചാൽ മഴവെള്ളം അത്ര നല്ലതല്ല കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് മൂടി, അല്ലെങ്കിൽ കൊക്കും ഇത് മഴ പെയ്യുമ്പോൾ ഇത് ചാടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിലെന്തിരിക്കുക ഷീറ്റിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പല്ലറ്റ് ഫീൽഡ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അതായത് നമ്മൊരു ഇത് കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ തിന്ന് തീർക്കേണ്ട ലെവലിൽ, അല്ലെങ്കിൽ അത് അതിൽ കിടന്ന് വീണ്ടും വെള്ളം കേടായി അമോണിയ ഫോം ആവും വെള്ളത്തിൽ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നമ്മൾ പരമാവധി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ മാക്സിമം തീറ്റയിലേക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വെള്ളം വേഗം കംപ്ലൈൻറ്റ് വരില്ല. നമുക്കൊരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം 30 ദിവസമൊക്കെ നമുക്ക് കിട്ടും മാറ്റാനായിട്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ മീൻ ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കും ഇടയ്ക്ക്. അപ്പോൾ ഇത് വെള്ളം കലങ്ങി കഴിഞ്ഞാൽ അത് തീറ്റ എടുക്കില്ല ഫിഷ്. തീറ്റ എടുക്കാണ്ടായി കഴിഞ്ഞാൽ മീനിൻ്റെ വളർച്ച കുറയും. അപ്പോൾ ഒരു തീറ്റ എടുക്കാണ്ടായി ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു 100 ഗ്രാം ഒരു 50 ഗ്രാമൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും ഫിഷ്. എന്നിട്ട് പിന്നെ ചാവൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ചാവൽ അങ്ങനെ അധികം ചാവുന്നില്ല, അങ്ങനെ ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ 1-2 ചാവും. പക്ഷെ അതല്ല, തീറ്റ എടുക്കില്ല. തീറ്റ എടുത്തില്ലെങ്കിൽ ഇവർ വലുപ്പം കുറയുക ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം വരാലിനെ വളർത്തുമ്പോൾ. എല്ലാവരും ഇത് ശ്രദ്ധിക്കാറില്ല. ഇതൊരു 10-6 ടാങ്കാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട്. നമുക്ക് വിഷമൊന്നും ഇല്ലാത്ത മീനുകളെ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ വെള്ളം മാറ്റി ഒക്കെ പക്ക ക്ലീനാണ്. അവർ നന്നായിട്ട് ഓടി കഴിക്കുന്നു. ഇതൊക്കെ കാണാം. അപ്പോൾ തീറ്റ എടുക്കാനും നല്ലതാണ് അവർ. നമ്മൾ വെള്ളം മാറ്റി നന്നായിട്ട് തീറ്റ എടുക്കുക. അവർ ഇപ്പോഴും പരമാവധി വെള്ളം ക്ലീനായിരിക്കാൻ നോക്കുക. അതാണ് മെയിനായിട്ട് തീറ്റ ഇട്ടിട്ട് കറക്റ്റ് ചെയ്താൽ നമ്മൊരു മീൻ വളർത്തൽ വിജയിക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നുള്ളൂ. അപ്പോൾ ഓക്കെ.